നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്കൂൾ പ്രവേശനോത്സവം. കൊല്ലം കണ്ടോൺമെന്റ് LMS LP സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ. കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റാണ് നവീകരണം നടത്തിയത്. ഓച്ചിറക്കളി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ്. ഓച്ചിറക്കളി ആശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഓച്ചിറയിൽ നടത്തി. ഓച്ചിറക്കളിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം നടത്തും. കോൺഗ്രസ് നേതാവ് KG രവിക്ക് അന്ത്യാഞ്ജലി. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കണ്ടോൺമെന്റ് LMS LP സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റ് വോളണ്ടിയർമാരാണ് നവീകരണം നടത്തിയത്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും കൂടുതൽ ആകർഷകവും വൃത്തിയുള്ളതും വിദ്യാർത്ഥി സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. സ്കൂൾ മതിലുകളിൽ ചിത്രരചന, ശുചീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ SN കോളേജിലെ NSS വോളണ്ടിയർമാർ ഏറ്റെടുത്ത് നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷമായി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കന്റോൺമെന്റ് LMS LP സ്കൂൾ NSS വോളണ്ടിയർമാർ നവീകരിക്കാറുണ്ട്. പ്രവേശനോത്സവ ദിനമായ ജൂൺ 1 വിദ്യാർത്ഥികൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സ്കൂൾ വികസനത്തിനും കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തുമെന്ന് SN കോളേജിലെ NSS യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് നേതാവ് KG രവിക്ക് അന്ത്യാഞ്ജലി. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് KG രവിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച നിരവധി നേതാക്കൾ കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ കോൺഗ്രസ് ഓഫീസിൽ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ, ക്ഷേത്ര ഭരണസമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ സോമരാജൻ തുടങ്ങി നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറക്കളി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ്. ഓച്ചിറക്കളി ആശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓച്ചിറക്കളിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓച്ചിറക്കളിയുടെ തനിമ നിലനിർത്താനും പ്രചാരത്തിനുമായി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് പറഞ്ഞു. കളിയാശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓച്ചിറക്കളി സ്ഥിരമായി പരിശീലിപ്പിക്കുന്നതിനായി കളരികൾ ആരംഭിക്കാനും കളിയാശാന്മാർക്ക് ഗ്രാന്റ് നൽകാനും തീരുമാനിച്ചു. കൃഷിവകുപ്പിനെയും മൃഗസംരക്ഷണ വകുപ്പിനെയും സംയോജിപ്പിച്ച് കാർഷിക പ്രദർശനവും വിപണിയും നടത്തും. കന്നുകാലി പ്രദർശനവും ഓച്ചിറക്കളിയുടെ ഭാഗമായി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കളരി എന്ന് പറയുന്നത് അത് ഒരേ തരത്തിലുള്ള അടവുകളും അഭ്യാസങ്ങളുമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ജാഗ്രതയോടുകൂടി, വളരെ ഏകാഗ്രതയോടുകൂടി, ഒരു ചുവട് തെറ്റാതെ, ഒരടവ് തെറ്റാതെ മുന്നോട്ട് പോകേണ്ട ഒരു ആയോധന കലയാണ്, കായിക അഭ്യാസമാണ് ഓച്ചിറക്കളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഴമക്കാരൊക്കെ പറയുന്നത് പോലെ കായംകുളം രാജാവിൻ്റെയും ഓണമട്ടുകര രാജാവിൻ്റെയും ഒക്കെ അവരുടെ യുദ്ധസ്മരണകൾ ഉണർത്തുന്ന ഒന്നാണ് എന്നും അവരുടെ പടയാളികളെ പരിശീലിപ്പിക്കുന്ന ഇടമായിരുന്നു എന്നും അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ മാസവും, എല്ലാ വർഷവും മിഥുനമാസം 1, 2 ഓച്ചിറക്കളി നടത്തുന്നത് എന്നൊക്കെ പഴമക്കാർ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം, ഓച്ചിറക്കളി എന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രസിഡന്റ് രാജീവ് ആർ കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സാഗർ മക്കാടം, PK വിക്രമൻ, ശിവപ്രസാദ് മണ്ണാശ്ശേരിൽ, നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15, 16 തീയതികളിലാണ് പടനിലത്ത് ഓച്ചിറക്കളി നടക്കുന്നത്.
ഇതിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് കണ്ടോൺമെന്റ് LMS LP സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റ് വോളണ്ടിയർമാരാണ് നവീകരണം നടത്തിയത്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും കൂടുതൽ ആകർഷകവും വൃത്തിയുള്ളതും വിദ്യാർത്ഥി സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. സ്കൂൾ മതിലുകളിൽ ചിത്രരചന, ശുചീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ SN കോളേജിലെ NSS വോളണ്ടിയർമാർ ഏറ്റെടുത്ത് നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷമായി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കന്റോൺമെന്റ് LMS LP സ്കൂൾ NSS വോളണ്ടിയർമാർ നവീകരിക്കാറുണ്ട്. പ്രവേശനോത്സവ ദിനമായ ജൂൺ 1 വിദ്യാർത്ഥികൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സ്കൂൾ വികസനത്തിനും കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തുമെന്ന് SN കോളേജിലെ NSS യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പത്തനാപുരം കടക്കാമണ്ണിലായിരുന്നു അപകടം. ബൈക്ക് യാത്രികനായ കോന്നി സ്വദേശിയാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ബസ്സിലെ ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനാപുരത്താണ് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത്. ബൈക്ക് യാത്രികനായ കോന്നി കുമ്മണ്ണൂർ നെടിയക്കാരായിൽ 50-കാരനായ മുഹമ്മദ് ഇസ്മയിലാണ് മരിച്ചത്. KSRTC സൂപ്പർ ഡീലക്സ് ബസും സ്കൂട്ടറും പത്തനാപുരത്ത് സമീപം കടക്കാമണ്ണിലെ കൊടും വളവിലാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസ് മഴയിൽ തെന്നി മാറിയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ബസ്സിലെ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു. ഡ്രൈവറെ പരിക്കലോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും പത്തനാപുരം ഭാഗത്ത് നിന്ന് പുനലൂരിലേക്ക് ഒരേ ദിശയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിയന്ത്രണം വിട്ട ബസിന്റെ പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അങ്ങോട്ട് പോയ വണ്ടിയാണ്. ഞാൻ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുവാ. ഭയങ്കര സൗണ്ട് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് പോയ ബസ്സായി തിരിഞ്ഞു കിടക്കുന്നത്. എന്താണെന്നറിയത്തില്ല. പക്ഷെ 108 വിളിച്ചാൽ പുന്നൂരിലേക്ക് വിട്ടിട്ടുണ്ട്. ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. ബസ്സിന്റെ ഡ്രൈവർക്ക് പരിക്കൊണ്ട് അദ്ദേഹത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൽപ്പറ്റയിൽ നിന്നും പുനലൂരിലേക്ക് പോവുകയായിരുന്നു KSRTC സൂപ്പർ ഡീലക്സ് ബസ്. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. കോന്നിയിലെ INTUC തൊഴിലാളി യൂണിയൻ പ്രവർത്തകനാണ് അപകടത്തിൽ മരിച്ച മുഹമ്മദ് ഇസ്മയിൽ. അപകടം നടന്ന കടക്കാമൺ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ആരംഭിക്കും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കാരിയർ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ട്രോൾ ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് കർശന വിലക്കുണ്ടാകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി കേരള തീരം വിട്ടു പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. കടൽ വിഭവങ്ങളുടെ പ്രജനന കാലയളവിൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തുന്ന നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഫിഷറീസ് വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. നിരോധനം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കാരിയർ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ട്രോൾ ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് കർശന വിലക്കുണ്ടാകും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. നിരോധനം തുടങ്ങുന്നതോടെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളുടെയും ലാൻഡിംഗ് സെന്ററുകളുടെയും പ്രവർത്തനം സ്തംഭിക്കും. ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി കേരള തീരം വിട്ടുപോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ലൈഫ് ഗാർഡ്, പ്രത്യേക ബോട്ടുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധനം നിലയ്ക്കുന്നത് മൂലം പ്രതിസന്ധിയിലാകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഈ കാലയളവിൽ സൗജന്യ റേഷൻ അടക്കമുള്ള സഹായം ഏർപ്പെടുത്തും. നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കടുത്ത പിഴയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്. 50-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള ഡേ കെയറുകളും ക്രഷുകളും സ്ഥാപിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗനവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമമാണെന്നും മന്ത്രി പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമമാണ്. എല്ലാ പൊതു ഓഫീസുകളിലും IT പാർക്കുകളിലും
50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അത്യാധുനിക രീതിയിലുള്ള ഡേ കെയറുകളും കൃഷികളും ഉടൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അംഗനവാടികൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റും. കേരളത്തിലെ പരിമിതികളുള്ള എല്ലാ അംഗനവാടികളും പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ നയപ്രഖ്യാപനത്തിലും അത് ചെറിയ ഔട്ട്ലൈൻ മാത്രമാണ്, സർക്കാരിന്റെ നയങ്ങളുടെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ്. അതിലും വനിതകളുടെ കാര്യം സവിശേഷമായി ശ്രദ്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലയിടത്തും ചെന്നപ്പോൾ, ഇപ്പോഴല്ല, മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്താറുണ്ട്. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ പോലും തൊഴിലിടങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ അക്കാലത്തുണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറികളാണ്, അതുപോലെ കയർ തൊഴിലിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കുഞ്ഞുങ്ങളെ നോക്കാൻ സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിൽ അങ്ങനെ കാണാനേ ഇല്ല. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് ഔദ്യോഗികമായ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാനാകില്ല. പക്ഷേ അതിനുവേണ്ടി കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും നമുക്ക് മാറ്റി നിർത്തി ഏറ്റവും പ്രധാനം, ഈ സമൂഹത്തിന് സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളുടെ ക്ഷേമം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പൊതു ഓഫീസുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും IT പാർക്കുകളിലും 50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സുരക്ഷിതവും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ഡേ കെയർ സെന്ററുകളും ക്രഷുകളും ഈ സർക്കാർ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റെന്തിനേക്കാൾ വലുത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും ക്ഷേമവുമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കോൺവൊക്കേഷൻ സെറിമണി, പുതിയ കുട്ടികളുടെ സ്വീകരണം, വെൽക്കം കിറ്റ് വിതരണം, കുഞ്ഞൂസ് കാർഡ് വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ, കൗൺസിലർമാരായ വിൻസി ബൈജു, MS ഗോപകുമാർ, ഷൈനി T തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിന്റെ കൊടിമരം നശിപ്പിച്ച കേസിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. നെടുമ്പനയിൽ കഴിഞ്ഞ ദിവസം കൊടിമരം നശിപ്പിച്ച കേസിലാണ് ബ്രാഞ്ച് സെക്രട്ടറി സജിത്തിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ നല്ലിലയിൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കൊടിമരം നശിപ്പിച്ച സംഭവത്തിലാണ് CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി സജിത്തിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടിമരം നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിഷേധവും ശക്തമായി. പഴങ്ങാലം കവലയ്ക്ക് സമീപം സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ കൊടിമരമാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച പഴങ്ങാലത്ത് നിന്ന് പള്ളിവട്ടക്കാവിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനം നല്ലിലെത്തിയപ്പോൾ CPM DYFI പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായ ഫൈസൽ കുളപ്പാടത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. ഇരുവിഭാഗങ്ങളും നേർക്കുനേർ മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിച്ചതോടെ സ്ഥിതി വഷളാകുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ചാത്തന്നൂർ ACPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ ഫൈസൽ കുളപ്പാടവും CPM നേതൃത്വവുമായി ചർച്ച നടത്തി. കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് മുന്നിലേക്ക് CPIM പ്രവർത്തകരാണ് എത്തിയതെന്നും അവർ പിരിഞ്ഞു പോകാതെ കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകില്ലെന്നും അവർ നിലപാടെടുത്തു. തുടർന്ന് പോലീസ് ഇടപെട്ട CPIM DYFI പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റിയ ശേഷം കോൺഗ്രസ് പ്രതിഷേധ യോഗം ചേർന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. നമ്മുടെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബാത്റൂമിൽ കയറുമ്പം അവിടെ തെറി എഴുതി വെക്കുന്ന ചില കൂട്ടരുണ്ട്. അതിൻ്റെ കണക്ക് ഒരു വിഷയവും ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ വന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം ഒന്ന് പിടിച്ച് താഴെയിടാനുള്ള ഒരു ശ്രമം നടത്തി.
ഒരു കാര്യമാണ് അങ്ങനെ ശ്രമം നടത്തിയവരോട് പറയുവാനുള്ളത്. നേരെ ചൊവ്വേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ മുകളിലോട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ ഒരു തരി പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരടി അടിച്ചു കഴിഞ്ഞാൽ 10 അടി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഉറപ്പായിട്ടും അത് ചെയ്യുക തന്നെ നമ്മൾ ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ കൊടിമരം പിഴുതെടുത്ത സഖാക്കന്മാരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. പൊതുജനങ്ങൾ ഒന്നടങ്കം കണ്ടതാണ്. ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലത്ത് രാത്രി വന്ന് കൊടിമരം പിഴുതെടുത്തുകൊണ്ട് പോകുന്ന സമ്പ്രദായം. അങ്ങനെ കൊടിമരം പിഴുതെടുത്തതിന്റെ ഭാഗമായിട്ട് ജനാധിപത്യ രീതിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവർ സമാധാനപരമായിട്ടുള്ള പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചു. മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വന്ന് ഈ പ്രകടനം തടയുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് അതിൻ്റെ മുന്നിൽ വന്ന് സിനിമാ സ്റ്റൈലിൽ കളിക്കാൻ വേണ്ടി ചില ആളുകൾ, അതും വെളിയിൽ നിന്നുള്ള ചില ആളുകളാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു പഴങ്ങാലം, ആസാദ് നാൽപ്പങ്ങൾ, ജേക്കബ് നെല്ലില, ടി.വൈ. സ്റ്റീഫൻ, മനോഹരൻ, ഹരികുമാർ, ഷീല മനോഹരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ നെല്ലിലയിൽ പോലീസ് ക്യാമ്പ് തുടരുകയാണ്. ഞായറാഴ്ച രാവിലെ 9-ന് കണ്ണനല്ലൂർ പോലീസ് സമാധാന ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. KSRTC ബസും മിനിലോറിയും കൂട്ടിയിടിച്ച് അപകടം. കുണ്ടറ മുളവന പൊട്ടിമുക്കിലായിരുന്നു അപകടം. മിനിലോറി ഡ്രൈവർ പെരുമ്പുഴ സ്വദേശി ജയകുമാറിന്റെ കാലിന് പരിക്കേറ്റു. കൂടെ ഉണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കേറ്റു. കുണ്ടറ മുളവന പൊട്ടിമുക്കിലാണ് KSRTC ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ മിനി ലോറിയുടെ ഡ്രൈവർ പെരുമ്പുഴ സ്വദേശി ജയകുമാറിന്റെ കാലിന് പരിക്കേറ്റു. കൂടെ ഉണ്ടായിരുന്നവർക്കും നിസ്സാരമായ പരിക്കുകളുണ്ട്. കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. മാവേലിക്കരയിൽ നിന്നും കുണ്ടറ വഴി ആറ്റിങ്ങലിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും കുണ്ടറ ഭാഗത്തു നിന്നും ചിറ്റുമല ഭാഗത്തേക്ക് പോയ മിനി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. മിനി ലോറിയുടെ ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളി നഗരം ഒന്ന് കടന്നുപോകാൻ മണിക്കൂറുകൾ വേണം. വാഹനങ്ങളിലോ കാൽനടയായോ ടൗണിലേക്ക് എത്തുന്ന ഏതൊരാളും രൂക്ഷമായ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ദിവസങ്ങളായി നഗരത്തിൽ നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ടൗണിലെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ക്രോസ് ചെയ്ത് നിർമ്മിക്കുന്ന പ്രധാന ഓടയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതാണ് പ്രശ്നം ഇത്രയേറെ രൂക്ഷമാക്കിയതിന്റെ പ്രധാന കാരണം. നാലു ഭാഗത്തു നിന്നും റോഡുകൾ വന്നു ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ. ആലംകടവ് റോഡും റെയിൽവേ സ്റ്റേഷൻ റോഡും വന്നു ചേരുന്ന ഇവിടെ ദേശീയപാതയിലെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഓട നിർമ്മാണം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ഇതിന്റെ പകുതി ഭാഗം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ഈ ഭാഗത്തേക്കെത്തുന്ന വാഹനങ്ങൾ ഏറെ നേരം ഇവിടെ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഹൈസ്കൂളുകളിൽ നിന്നും 10,000-ഓളം കുട്ടികൾ രാവിലെയും വൈകിട്ടും കൂട്ടത്തോടെ റോഡിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടാകും. ഇതോടെ ഗതാഗത പ്രശ്നം അതിരൂക്ഷമാകാനാണ് സാധ്യത. ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പുള്ളിമാൻ ജംഗ്ഷൻ വരെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഫ്ലൈ ഓവർ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ഇരുഭാഗത്തുമുള്ള ഇടുങ്ങിയ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഗതാഗതം കടത്തിവിടുന്നത്. റോഡുകൾക്ക് ഇരുഭാഗത്തും അനധികൃതമായ പാർക്കിംഗ് കൂടി വരുന്നതോടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. KSRTC സ്വകാര്യ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിന് പ്രത്യേക ബസ് വേകളും നിലവിലില്ല. അതിനാൽ തന്നെ റോഡിന്റെ മധ്യഭാഗത്ത് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് നഗരസഭയോ ബന്ധപ്പെട്ട മറ്റ് അധികൃതരോ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടി ആവശ്യമായ ക്രമീകരണങ്ങൾ മുൻകാലങ്ങളിൽ ഏർപ്പെടുത്താറുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളും ഇത്തവണ ഉണ്ടായില്ല. ഇതോടെ നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ കൂടി
നഗരത്തിലേക്ക് എത്തുന്നതോടെ നഗരം ഗതാഗത പ്രശ്നത്താൽ വീർപ്പുമുട്ടും. അടിയന്തരമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ പ്രവേശനോത്സവം. കൊല്ലം കണ്ടോൺമെന്റ് LMS LP സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ. കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റാണ് നവീകരണം നടത്തിയത്. ഓച്ചിറക്കളി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ്. ഓച്ചിറക്കളി ആശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഓച്ചിറയിൽ നടത്തി. ഓച്ചിറക്കളിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം നടത്തും. കോൺഗ്രസ് നേതാവ് KG രവിക്ക് അന്ത്യാഞ്ജലി. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.